നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായിയിൽ ബോംബ് പൊട്ടി CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തി തകർന്നു. ആസൂത്രിതമായ ആക്രമണമാണ് പാറാട് CPMന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പ്രത്യേക ഡ്രസ് കോഡ് ധരിച്ചാണ് ക്രിമിനലുകൾ അഴിഞ്ഞാടിയതെന്നും മാർട്ടിൻ ജോർജ്. CPM തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രചരണങ്ങൾക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് കോർപ്പറേഷനിലെ മിന്നുന്ന വിജയമെന്ന് UDF. BJP, SDPI പോലുള്ള വർഗീയ കക്ഷികളുമായി CPM രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടും സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ പല സീറ്റുകളിലും പരാജയപ്പെട്ടെന്നും UDF. വാർത്തകൾ വിശദമായി. പിണറായിയിൽ ബോംബ് പൊട്ടി CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. പിണറായി വെണ്ടുട്ടായിലാണ് സ്ഫോടനം നടന്നത്. നിർമ്മാണത്തിനിടെയായിരുന്നു സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തി തകർന്നു. വിപിൻ രാജിന്റെ വീടിന് സമീപത്ത് വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനം നടന്നത്. പരിക്കേറ്റ വിപിനെ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി പിണറായിയിൽ ബോംബ് പൊട്ടി CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. പിണറായി വെണ്ടുട്ടായിലാണ് സ്ഫോടനം. ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തി തകർന്നു. വിപിൻ രാജിന്റെ വീടിന് സമീപത്ത് വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനം നടന്നത്. പരിക്കേറ്റ വിപിനെ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ തടവുകാരൻ മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചത് പോക്സോ കേസ് പ്രതിയായ കോഴിക്കോട് എലത്തൂർ സ്വദേശി രാഹുലാണ്. മറ്റൊരു മുറിയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. ആസൂത്രിതമായ അക്രമമാണ് പാറാട് CPMന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം CPM അക്രമം അഴിച്ചുവിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസൂത്രിതമായ ആക്രമണമാണ് പാറാട് CPMന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം CPM അക്രമം അഴിച്ചുവിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക ഡ്രസ് കോഡ് ധരിച്ചാണ് ക്രിമിനലുകൾ അഴിഞ്ഞാടിയത്. ആയുധങ്ങളുമായി പട്ടാപ്പകൽ അഴിഞ്ഞാടുകയായിരുന്നുവെന്നും ഭരണം നഷ്ടപ്പെട്ടതിലുള്ള ജാള്യത മറക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ പഞ്ചായത്ത് കുന്നത്തോർമ പഞ്ചായത്തിൽ 30 വർഷങ്ങൾക്ക് ശേഷമാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. അതാണ് അവരുടെ കൈകളിൽ ഇരുന്ന സീറ്റ്. സീറ്റുകൾ പിടിച്ചെടുക്കുകയും UDF ഭരണത്തിൽ വരികയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ CPM BJPയുമായി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ പാനൂരിൽ അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ അക്രമങ്ങൾ CPMും BJPയും തമ്മിലായി. ഇപ്പോൾ BJPയും CPMും തമ്മിൽ അക്രമമല്ല, CPMകാർ UDFലെ ആക്രമിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. കാരണം മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ പരാജയം കൂടി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരസഹിഷ്ണുതയാണ് ഈ അക്രമങ്ങൾക്കെല്ലാം പിന്നിലുള്ളത്. നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ കയറി ആക്രമണം, എന്തിനാണ് ഈ വീട്ടിൽ കയറി ആക്രമണം നടത്തുന്നത്? ഇവിടെ നിങ്ങൾ കാണുന്നില്ല, ഈ കാറ് മൊത്തം പൊളിച്ച് കിടക്കുകയാണ്. അത് എന്തിനാണ്? അവിടെ സ്കൂട്ടർ എറിഞ്ഞ് തകർത്തിട്ടിരിക്കുന്നു, ചെടിച്ചട്ടി എല്ലാം തകർത്തിട്ടിരിക്കുന്നു. ഈ വീട്ടുകാരെന്താണ് ചെയ്തത്? ഇവിടെയുള്ള പ്രിയപ്പെട്ട പ്രായമുള്ള ഉമ്മ ഡയാലിസിസ് കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നതാണ്. അവരെ കൊണ്ടുവരും. അവരൊന്നും സംഭവം അറിയുന്നില്ല. ആ വീട്ടിൽ വന്നിട്ടാണ് അക്രമം നടത്തുന്നത്. എന്തിനു വേണ്ടി? നിരപരാധികളായ ആൾക്കാരെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും അവരുടെ വാഹനങ്ങൾ തകർക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? DCC സെക്രട്ടറി KP സാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്റർ, CVA ജലീൽ, C പുരുഷ മാസ്റ്റർ, KC ബിന്ദു, R അബ്ദുള്ള മാസ്റ്റർ, PPA ഹമീദ് തുടങ്ങിയവരും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കുന്നോത്തുപറമ്പ് വാർഡ് അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തലശ്ശേരി സെഷൻസ് കോടതി മുമ്പാകെ ഹാജരായി. കേസിൽ ഈ മാസം 19-ന് വാദം കേൾക്കും. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ജില്ലാ കോടതിയിൽ ഹാജരായി. കേസിൽ ഈ മാസം 19-ന് വാദം കേൾക്കും.
കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ദിവ്യക്കെതിരെയുള്ള കേസ് സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്തതിനാൽ കേസ് പരിഗണിക്കുന്ന രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ടിറ്റി ജോർജ് മുമ്പാകെയാണ് ദിവ്യ ഹാജരായത്. ദിവ്യയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ വിശ്വനാണ് ഹാജരായത്. 2024 ഒക്ടോബർ 14 നവീൻ ബാബു ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാൻ തയ്യാറെടുത്തതാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലെ മുറിയിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊറ്റാളി ഷാദുലി പള്ളിക്കടുത്തുള്ള ഷാസിയാസിൽ എം ഷംസുദ്ദീന്റെ പരാതിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് പ്രഥമ വിവരം രേഖപ്പെടുത്തിയത്. കണ്ണൂരിലെ പ്രമുഖ വ്യവസായിയും സ്പോർട്സ് സംഘാടകനും നിരവധി സംഘടനകളുടെ ഭാരവാഹിയുമായ CH അബൂബക്കർ ഹാജിയുടെ 88ാം പിറന്നാൾ ആഘോഷിച്ചു. പിറന്നാൾ ദിനത്തിൽ സ്പോർട്സ് മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കണ്ണൂരിലെ പ്രമുഖ വ്യവസായിയും സ്പോർട്സ് സംഘാടകനും നിരവധി സംഘടനകളുടെ ഭാരവാഹിയുമായ CH അബൂബക്കർ ഹാജിയുടെ 88ാം പിറന്നാൾ ആഘോഷിച്ചു. സ്പോർട്സ് മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന്റെ കണ്ണൂർ താണയിലെ വസതിയിലെത്തി ജന്മദിനാശംസകൾ നേർന്നു. കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PK ജഗന്നാഥൻ, സെക്രട്ടറി ബാബു പണ്ണേരി, അക്വാറ്റിക് അസോസിയേഷൻ സെക്രട്ടറി K രാജേഷ്, ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രതിനിധി PP സുധീർ എന്നിവർ പിറന്നാൾ ആശംസകൾ നേർന്നു. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ CPM തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രചരണങ്ങൾക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് കോർപ്പറേഷനിലെ മിന്നുന്ന വിജയമെന്ന് UDF. CPMനെ മാത്രം പേരെടുത്തു പറഞ്ഞായിരുന്നു UDFന്റെ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നതിനകത്ത് എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തി കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ പ്രചണ്ഡമായി നിരന്തരമായ പ്രചരണം, പ്രത്യേകിച്ച് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ അതിലിടപെടുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് കോർപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളാണ്. എന്നാൽ കോർപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അത് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സുകന്യ ടീച്ചറാണ് പാർട്ടി നേതാവ്. അവരുൾപ്പെടെയുള്ള ആളുകൾ അത്തരം ആരോപണങ്ങൾ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. എന്നാൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ തന്നെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കുറേ മുമ്പ് തന്നെ ഞങ്ങളിത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും എന്ന വാശിയോടുകൂടി നട്ടാൽ നടക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചാണ് ഭരണസമിതിക്കെതിരെ സമരത്തിനും അതുപോലെ തന്നെ പ്രചരണത്തിനും കൂപ്പുകൂട്ടിയത്. BJP, SDPI പോലുള്ള വർഗീയ കക്ഷികളുമായി CPM രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടും സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ പല സീറ്റുകളിലും പരാജയപ്പെടുകയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. CPM പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാർഡുകളിൽ പോലും അതിദയനീയമായ പരാജയമാണ് ഉണ്ടായതെന്ന് നേതാക്കൾ പറഞ്ഞു. CPMന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ള സ്ഥലത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന സമീപനം ഓപ്പണായിട്ട് സ്വീകരിക്കുന്നതാണ് കണ്ടത്. പരമ്പരാഗതമായി CPMന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ അത് പൂർണ്ണമായും പല സ്ഥലത്തു നിന്ന് അപ്രത്യക്ഷമാവുകയും അതൊക്കെ തന്നെ BJPയുടെ പെട്ടിയിലേക്ക് പോവുകയും ചെയ്തു എന്നതാണ്. മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ SDPIക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൊക്കേമ്പാറ ഡിവിഷനിൽ 2015-ലും 2020-ലും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയം വരിച്ചത് CPM ആണ്. എന്നാൽ ഈ തവണ അവിടെ CPM വിജയിച്ചില്ലെന്ന് മാത്രമല്ല, വളരെ താഴെ 3ാം സ്ഥാനത്തേക്ക് ഏറ്റവും കഴിഞ്ഞ തവണയ്ക്ക് കിട്ടിയതിനേക്കാൾ പകുതി വോട്ട് കിട്ടിയിട്ടാണ് അവിടെ റിസൾട്ട് പുറത്തു വന്നത്. എണ്ണം കുറച്ചാൽ, UDFൻ്റെ സീറ്റുകളുടെ എണ്ണം കുറച്ചാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് BJP ആയാലും കുഴപ്പമില്ല എന്ന സമീപനം അവർ സ്വീകരിച്ചത് എന്നാണ്. മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ മുദ്ര പദ്ധതിയുടെ മറവിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നേതൃത്വത്തിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും UDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായി TO മോഹനൻ, സുരേഷ് ബാബു എളയാവൂർ, MP മുഹമ്മദ് അലി, രാഹുൽ കായക്കൽ എന്നിവർ പങ്കെടുത്തു. മാഹിയിൽ പെട്രോൾ പമ്പുകളുടെ അപ്രതീക്ഷിത വർധനവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജനശബ്ദം. ജനസാന്ദ്രവും പരിമിതമായ ഭൂവിസ്തൃതിയുമുള്ള മാഹി പ്രദേശത്ത് പുതിയ പെട്രോൾ പമ്പുകളുടെ അനിയന്ത്രിതവും
നിയമവിരുദ്ധവുമായ വർധനവ് ഗുരുതരമായ പൊതു സുരക്ഷാ പരിസ്ഥിതി ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നതെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത് ജനവാസ കേന്ദ്രങ്ങളിലാവരുത്. അത് ഈ തരത്തിൽ കുടിവെള്ളവും മലിനസമാക്കി അല്ലെങ്കിൽ വായുമലിനീകരണം ഉണ്ടാക്കി അല്ലെങ്കിൽ ആകെ നിയമം ലംഘിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് നിയമത്തിന് മുമ്പിലേക്ക് പോകേണ്ടി വരും. അത് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിലവിലുള്ള പമ്പുകൾ നിയമാനുസൃതം നടത്തുക ഒന്ന്. രണ്ടാമത് ഇനി അനുവദിക്കുന്ന പമ്പുകൾ ഈ പെട്രോളിയം ഉടമസ്ഥന്മാർ കമ്പനികൾ അവർ യഥേഷ്ടം എന്ത് ചെയ്യാണ് ഈ പമ്പുകൾ അനുവദിച്ചുകൊണ്ടേയിരിക്കുക. ജനസാന്ദ്രതയും പരിമിതമായ ഭൂവിസ്തൃതിയിലുമുള്ള മാഹി പ്രദേശത്ത് പുതിയ പെട്രോൾ പമ്പുകളുടെ അനിയന്ത്രിതവും നിയമവിരുദ്ധവുമായ വർധനവ് ഗുരുതരമായ പൊതുസുരക്ഷാ പരിസ്ഥിതി ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ജനശബ്ദം മാഹി ഈ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. മാഹിയിൽ നിലവിൽ 25 ഇന്ധന പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 4 എണ്ണത്തിന് NOC നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ 42 പുതിയ പമ്പുകൾ വിവിധ എണ്ണ കമ്പനികൾ വഴി അനുമതി തേടുകയോ പ്രക്രിയയിൽ ഇരിക്കുകയോ ചെയ്യുന്നുണ്ട്. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും പെട്രോൾ ബങ്കുകൾ എന്നത് മാഹിയെ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയാക്കി മാറ്റുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അത് ജനവാസ കേന്ദ്രങ്ങളിലാവരുത്. അത് ഈ തരത്തിൽ കുടിവെള്ളവും മലിനസമാക്കി അല്ലെങ്കിൽ വായുമലിനീകരണം ഉണ്ടാക്കി അല്ലെങ്കിൽ ആകെ നിയമം ലംഘിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് നിയമത്തിന് മുമ്പിലേക്ക് പോകേണ്ടി വരും. അത് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ചാലക്കര പുരുഷു, ജനറൽ സെക്രട്ടറി EK റഫീഖ്, കോർഡിനേറ്റർ TM സുധാകരൻ, PRO സോമൻ ആനന്ദ്, വൈസ് പ്രസിഡന്റ് ഷാജി പിണക്കാട്ട് എന്നിവർ പങ്കെടുത്തു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ജനതാ പാർട്ടിയുടെയും സമുന്നത നേതാവും മുൻ മന്ത്രിയുമായ PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണം ഡിസംബർ 18 മുതൽ ജനുവരി 17 വരെ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അധികാരനായിരുന്ന PR നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2026 ജനുവരി 17 25 വർഷം പൂർത്തിയാവുകയാണ്. എല്ലാ വർഷവും 25 വർഷത്തിൽ കൊറോണ കാലഘട്ടത്തിൽ ഒരു വർഷം ഒഴിച്ച് മറ്റ് 24 ചരമവാർഷികാചരണ പരിപാടികളും നല്ല രീതിയിൽ തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വരുന്ന ഡിസംബർ 18 മുതൽ 2026 ജനുവരി 17 വരെയാണ് അനുസ്മരണ പരിപാടികൾ നടക്കുക. അനുസ്മരണ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള അനുസ്മരണ റാലി ഈ വർഷം പാനൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് റാലി നടക്കുന്നത്. 18 രാവിലെ 9 മണിക്ക് PR സ്മൃതി കുടീരത്തിൽ മുതിർന്ന പാർട്ടി നേതാവായ K കുമാരേട്ടൻ ജ്യോതി തെളിയിക്കുകയും പാർട്ടിയുടെ ദേശീയ സമിതി അംഗമായ സകൽ മനേന്ദ്രൻ, K കുഞ്ഞിരാമക്കുറുപ്പ്, K ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ PR അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 18 രാവിലെ 9 മണിക്ക് പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ സോഷ്യലിസ്റ്റും ഗ്രന്ഥശാല പ്രവർത്തകനുമായ K കുമാരൻ ജ്യോതി തെളിയിക്കുന്നതോടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് പുത്തൂരിൽ നടക്കുന്ന PR അരങ്ങൽ ശ്രീധരൻ, കുഞ്ഞിരാമക്കുറുപ്പ്, ചന്ദ്രശേഖർ അനുസ്മരണ സമ്മേളനം രാഷ്ട്രീയ ജനതാദൾ ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 18 മണ്ഡലത്തിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ പ്രഭാത ബേരി മുഴക്കി പതാക ദിനമായി ആചരിക്കും. PR അനുസ്മരിച്ചുകൊണ്ട് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായി 100 സോഷ്യലിസ്റ്റ് കുടുംബ സംഗമങ്ങൾ നടക്കും. ഡിസംബർ 26 കാലത്ത് 9 മണി മുതൽ PR സ്മാരക സ്വർണ്ണ മെഡലിനായുള്ള അഖില കേരള ചിത്രരചനാ മത്സരം പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വാട്ടർ കളർ ഇനത്തിൽ നഴ്സറി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് മത്സരം. ഓരോ വിഭാഗത്തിലും ആദ്യ 3 സ്ഥാനം നേടുന്ന ചിത്രങ്ങൾക്ക് സ്വർണ്ണ മെഡൽ നൽകും.
ഓരോ വിഭാഗത്തിലും മികച്ച 10 ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും മത്സരത്തിലെ മികച്ച ചിത്രത്തിന് കാർത്തികേയൻ സ്മാരക പുരസ്കാരവും നൽകും. ചെസ് ടൂർണമെന്റ്, പുസ്തകോത്സവം, ബാലരംഗം കലാസാഹിത്യമേള, മഹിളാ സംഗമം, കലാമേള എന്നിവ നടക്കും. തിരുവോര ചിത്രരചന, തൊഴിലാളി, വിദ്യാർത്ഥി, സഹകാരി സംഗമങ്ങൾ, സ്മൃതിയാത്ര എന്നീ പരിപാടികളും ഉണ്ടാകും. PR-ന്റെ 25ാം ചരമവാർഷിക ദിനമായ ജനുവരി 17 രാവിലെ 9 മണിക്ക് പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും. വൈകിട്ട് 3 മണിക്ക് പാനൂരിൽ മഹിളാ സംഗമം നടക്കും. തുടർന്ന് അനുസ്മരണ റാലി ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ RJD ദേശീയ സംസ്ഥാന നേതാക്കൾ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ P. ദിനേശൻ, രവീന്ദ്രൻ കുന്നോത്ത്, TP അനന്തൻ മാസ്റ്റർ, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ സജീന്ദ്രൻ പാലത്തായി എന്നിവർ പങ്കെടുത്തു. കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൊയിലൂർ സുഹൃത ട്രസ്റ്റ് ലൈബ്രറി നവീകരണത്തിന് തുടക്കമായി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. 500ഓളം പുസ്തകങ്ങളാണ് NSS വിദ്യാർത്ഥികൾക്ക് കൈമാറുക. 15 വർഷമായി പൊയിലൂരിൽ പ്രവർത്തിച്ചു വരുന്ന സുഹൃത എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലൈബ്രറിയാണ് കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നവീകരിക്കുന്നത്. KP മോഹനൻ MLA വിദ്യാർത്ഥികളിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി സുഹൃത സെക്രട്ടറി കൂട്ടായി സുരേന്ദ്രന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് വായനശാലയായിരുന്നു. ഒരു പ്രദേശത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ രംഗങ്ങൾക്കൊക്കെ തന്നെ വേദിയായിക്കൊണ്ട് അവിടെ വെച്ചായിരുന്ന പല കാര്യങ്ങളും തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് കുറേ കാലം അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ബഹുമാന്യനായിരുന്ന PN പണിക്കർ ഏറ്റെടുത്തുകൊണ്ട് വായനശാലകളൊക്കെ തന്നെ ഒരു ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായ മുഖേരിക്കാരൻ IV ദാസ് മാസ്റ്റർ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെ ജനകീയവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ലൈബ്രറികൾ വന്നു. ആ ലൈബ്രറികളൊക്കെ തന്നെ ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ ലൈബ്രറികളെയൊക്കെ എന്ന ചിന്ത അന്നത്തെ കാലഘട്ടത്തുണ്ടായി. ഇന്നതൊക്കെ തന്നെ മാറി. എന്തിനാണ് ലൈബ്രറികൾ? പുസ്തകങ്ങൾ എന്തിനാണ്? വായന ഏറ്റവും ആവശ്യമാണ്. ഞങ്ങളൊക്കെ തന്നെ രാത്രി 12 മണി വരെ ചാനലുകളൊക്കെ തന്നെ കാണുന്നവരാണ്. എല്ലാ വാർത്തകളും അതിൽ വരും. പക്ഷെ രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ ഒരു നഷ്ടബോധമാണ്. അങ്ങനെ വായിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വായിച്ച് വളരുക എന്നതാണ് നമ്മൾ കുഞ്ഞിന് മാഷ് അടക്കം പറഞ്ഞത്. വായിച്ച് വളരുക. വായിക്കാത്തവർക്ക് ഒന്നും മനസ്സിലാകില്ല. നമ്മൾ എത്ര കണ്ടാലും കേട്ടാലും അത് കണ്ട് കേട്ടിട്ടങ്ങ് പോവുക എന്നല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കും. NSS ജില്ലാ കോർഡിനേറ്റർ KM പ്രേംജിത്ത് പദ്ധതി വിശദീകരിച്ചു. സുഹൃത പ്രസിഡന്റ് KV ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സമീർ പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് VPA പൊയിലൂർ, NSS ക്ലസ്റ്റർ കൺവീനർ KP ഷമീമ, ഓട്ടാണി നാണു, KC കുഞ്ഞിക്കണ്ണൻ, B കൈലാസ്, NSS പ്രോഗ്രാം ഓഫീസർ KT മിനി, PK ബാലകൃഷ്ണൻ, K സിഷ, സെഡാർ ദേവഹിത എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M ശ്രീജ സ്വാഗതവും MP ബാലൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ.
ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. 5ാമത് ജില്ലാ കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പെരിങ്ങത്തൂർ മൗണ്ട് ഗൈഡ് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 3 തലങ്ങളിലായിരുന്നു മത്സരം. കണ്ണൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 3 തലങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ലെവൽ 1-ൽ ആൺ പെൺ 1-ാം സ്ഥാനവും ലെവൽ 2-ൽ ആൺ 2-ാം സ്ഥാനവും പെൺ 3-ാം സ്ഥാനവും നേടിയാണ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന സമാപന സംഗമത്തിൽ ജേതാക്കൾക്കുള്ള ട്രോഫികൾ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ സമ്മാനിച്ചു. CPM മുൻ ജില്ലാ സെക്രട്ടറിയും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കാരായി ശ്രീധരന്റെ ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. നേതാക്കളും പ്രവർത്തകരും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. നേതാക്കളും പ്രവർത്തകരും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MS നിഷാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, അഡ്വക്കേറ്റ് KM ശ്രീശൻ എന്നിവർ സംസാരിച്ചു. M ബാലൻ, M മഹേഷ് കുമാർ, CN ഗംഗാധരൻ, കാരായി സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്പങ്കുട്ടൂർ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10.5 ലക്ഷം രൂപ ചിലവിൽ റീടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച വാർഡ് 17-ലെ ആർനാണ്ടിപ്പള്ളി അവിൽമിൽ റോഡ് നാടിന് സമർപ്പിച്ചു. വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കൊയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കൊയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വകയിരുത്തിയത് പിന്നീട് അത് സെൻറ്റർ പോയപ്പോൾ എബോവ് എസ്റ്റിമേറ്റിലാണ് പോയത്. അപ്പോൾ 10 ലക്ഷത്തിന് കൂടുതൽ വരും. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മാസം തുടങ്ങിയതാണ്. അപ്പോൾ മഴ തുടങ്ങി ഏപ്രിൽ മാസം കംപ്ലീറ്റ് ആക്കുമെന്ന് നമ്മളെ കോൺട്രാക്ടർ പ്രിയപ്പെട്ട രാജേട്ടൻ പറഞ്ഞെങ്കിലും നിൽക്കാത്ത മഴ കാരണം എനിക്ക് തോന്നുന്നു 8-9 മാസം വൈകിപ്പോയി. അപ്പോൾ പിന്നെയും ലെവലാക്കി അതൊക്കെ ഇവിടെയുള്ള മഹമ്മൂദ്ക്ക്, അതുപോലെ മൊയ്തൂക്ക, അതുപോലെ റഫീഖ്, അബൂക്കർ ഇവരൊക്കെ എന്നും വിളിച്ചുകൊണ്ടിരിക്കും. വല്ലാതെ പ്രയാസമായിപ്പോയി. ഒരുപാട് വണ്ടികളുടെ ടയർ പഞ്ചറായിട്ടുണ്ട് കയറ്റി വെച്ചിട്ട് ചെയ്യാത്തതുകൊണ്ട്. എന്നാലും ജനങ്ങൾ പരമാവധി
ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം 9 മാസക്കാലം ഇങ്ങനെ കതിർത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മേലെയുള്ള മണ്ണും അതിന്റെ നമ്മളെ പൊടിയൊക്കെ ഒലിച്ചു പോയി. പഞ്ചായത്ത് സെക്രട്ടറി വി പ്രസാദ്, അബ്ദുല്ല പാലേരി, VK ആരിഫ, സജീവൻ എടവന, VP ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. ഇസ്മയിൽ മത്തത്ത്, VP മുഹമ്മദ്, സമീർ കൂടത്തിൽ, VP റഫീഖ്, NK ഇസ്മയിൽ, VP അബൂബക്കർ, KP ഇസ്മയിൽ, CH മൊയ്തു, CK കുഞ്ഞമ്മദ്, VP അബ്ദുള്ള, യൂസഫ് തയ്യുള്ളതിൽ, മൂസ പനോളിൽ, മുസ്തഫ പുനത്തുമൽ, റൌഫ് കൗളതിൽ, ഇസ്മയിൽ പൊയിൽ, UP അഷ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ലേബർ ഓഫീസിന് മുന്നിൽ ധർണയും നടന്നു. പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി. സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായ നിയമമാണ് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിനെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാസാക്കിയെടുത്തിട്ടുള്ളത്. ആ നിയമം പല സംസ്ഥാനത്തിനകത്തും നടപ്പിലാക്കാൻ സന്നദ്ധമാകാതിരുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ മനസ്സില്ല എന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനത്തിനകത്തുമുള്ള ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റ് പുതിയ നീക്കവുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആ നീക്കം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനകത്തും, അത് ചെറുതായാലും അത് വലുതായാലും, അത് ഗവൺമെന്റ് ഉടമസ്ഥതയിലായാലും, അത് സ്വകാര്യ മേഖലക്കകത്തായാലും ഒരു തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തേണ്ടതില്ല എന്ന നിയമം രാജ്യത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ആപത്ത് നിങ്ങളെല്ലാം തിരിച്ചറിയേണ്ടുന്നതുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ നാളെ എനിക്ക് ആ സ്ഥാപനത്തിനകത്ത് ജോലിയുണ്ട് എന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ് ഓരോ മേഖലക്കകത്തുള്ള മനുഷ്യരെയും പിടിച്ചു നിൽക്കുന്നത്. ഇന്നലെ ജോലി ചെയ്തപ്പോ ജീവിക്കാൻ ആവശ്യമായ വേതനം കിട്ടിയില്ലെങ്കിലും എനിക്ക് നാളെ എന്റെ സ്ഥാപനത്തിനകത്ത് ഒരു ജോലിയുണ്ടല്ലോ. എന്നാൽ പുതിയ നിയമം നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിക്കും തൊഴിൽ സുരക്ഷയുണ്ടാകില്ല. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യവും മിനിമം വേതനവും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് നിക്സൺ ഫ്രാങ്കോ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സുധീഷ് കാഞ്ഞിലേരി, മനോഹരൻ പിലാത്തറ, മുഹമ്മദ് നസീർ, MV അനീഷ്, K ഷാജി, സുനിൽകുമാർ ചമ്പാട് എന്നിവർ സംസാരിച്ചു. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന CK അശോകിന്റെ ഓർമ്മകൾക്ക് നാളെ 1 വയസ്സ്. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വർഷം ഡിസംബർ 17-നായിരുന്നു CKയുടെ ആകസ്മിക വേർപാട്. CKയുടെ ഓർമ്മയ്ക്കായി താഴേച്ചമ്പാട് യങ് സ്റ്റാർ ക്ലബ്ബിൽ പണിത CK അശോകൻ സ്മാരക ഹാൾ CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്നു ചെമ്പാട്ടുകാരുടെ സ്വന്തം CK. 4 നൂറ്റാണ്ടുകാലം CPM ചെമ്പാട് ലോക്കൽ സെക്രട്ടറിയായ CK 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3-ാം വാർഡിൽ നിന്നും ജയിച്ച് പഞ്ചായത്തിലേക്ക് എത്തുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച CK പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റുമായി. കോവിഡ് ബാധിച്ചവരെ കണ്ടെത്തി തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറിയത് മലബാർ ക്യാൻസർ സെന്ററിനെ കൊണ്ട് പന്നന്നൂർ പഞ്ചായത്തിനെ ദത്തെടുപ്പിച്ചത് പഞ്ചായത്തിന്റെ തനത് പദ്ധതിയായി ഒരു വെളിച്ചം നാടാകെ വെളിച്ചം പദ്ധതി നടപ്പിലാക്കിയത് മാലിന്യമുക്ത നവകേരളം പദ്ധതി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കിയത് തുടങ്ങി വിവിധ പദ്ധതികൾ CK ഏറ്റെടുത്ത് നടപ്പാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ പഞ്ചായത്തിന് അനുവദിച്ചു കിട്ടിയ സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂൾ, ഫിറ്റ്നസ് സെന്ററിനായുള്ള സ്ഥലം ഏറ്റെടുപ്പിനായി ഓടി നടക്കുമ്പോഴാണ് രോഗം മൂർച്ഛിച്ച് CK ഡിസംബർ 17-ന് മരണത്തിന് കീഴടങ്ങുന്നത്. CKയുടെ ഓർമ്മയ്ക്കായി താഴെച്ചമ്പാട് യങ് സ്റ്റാർ ക്ലബ്ബിൽ പണിത സ്മാരക മന്ദിരം ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്യും.
വീണ്ടും മുളച്ച് കായഫലങ്ങൾ ഉണ്ടായത് നാട്ടുകാരിൽ ഒരേ സമയം കൗതുകവും ഒപ്പം ആശങ്കയും ഉണർത്തുന്നു. കിഴക്കേ ചമ്പാട് ജനരഞ്ജിനി LP സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ തെങ്ങാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. സ്കൂളിന് സമീപമുള്ള പറമ്പിലാണ് അപകട ഭീഷണിയായ തെങ്ങുള്ളത്. കണ്ണൂരിലെ സൗമിനിയാണ് സ്ഥലവുടമ. ആളൊഴിഞ്ഞ പറമ്പായതുകൊണ്ട് തന്നെ തേങ്ങയൊന്നും പറിക്കാറില്ല. മണ്ട പോയ തെങ്ങിന്റെ വളർച്ച ഏവരിലും അത്ഭുതവും ആശങ്കയും ഒരേപോലെ ഉളവാക്കി. ഏത് സമയവും മറിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലാണ് തെങ്ങ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കിഴക്കേച്ചമ്പാട് ജനരഞ്ജിനി LP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ കളിസ്ഥലത്ത് സമീപമാണ് തെങ്ങുള്ളത്. ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്. ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണ ദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിന് മുന്നോടിയായി സമീപ ക്ഷേത്രങ്ങളിലും വീടുകളിലും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതിന് തുടക്കമായി. എഗരത്ത് ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നീളാമംഗളപുരം ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് PP പത്മജിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചന നടന്നു. നീളാമംഗളപുരം ശ്രീകൃഷ്ണദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിന് മുന്നോടിയായി സമീപ ക്ഷേത്രങ്ങളിലും വീടുകളിലും വിഷ്ണു സഹസ്രനാമാർച്ചനയ്ക്ക് തുടക്കമായി. എഗരത്ത് ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചന നടന്നു. നീളാമംഗളപുരം ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് PP പത്മജിയുടെ നേതൃത്വത്തിലാണ് അർച്ചന നടന്നത്.
നിരവധി മാതൃസമിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. ക്ഷേത്ര ഭാരവാഹികളായ ഇ ഷൈജു, കെ ബിനോയ്, സി പി മനോജ്, പി പി അനിൽകുമാർ, ശ്രീധരൻ കൂത്താടി, രാജീവൻ മാണിക്കോത്ത് മുതലായവർ പങ്കെടുത്തു. വരും ദിവസം നിളങ്ങൽ, നെടുവിലങ്ങൽ ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും വിഷ്ണു സഹസ്രനാമാർച്ചന നടക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിലും വീടുകളിലും അർച്ചന നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ശങ്കബൃന്നന്ദരി ചക്രീതി കീലകം ശാർഗന്ധനാഗാധരൈത്യസ്ത്രം രഥാംഗപാണിരക്ഷോഭ്യ സാമക സാമേതി കവചം ആനന്ദം പരബ്രഹ്മേതി യോനി. ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് പുരോഹിതന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ട് പോലും ആ ദുഃഖത്തിന് ശമനം കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ നിർദ്ദേശിച്ചിട്ട് ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വടക്കേപ്പോലൂർ കുരുടൻകാവിൽ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സും ആദരസഭയും മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കുരുടൻകാവ് ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, മുളപൂജ, നവകം ആടി ഉച്ചപൂജ എന്നിവ നടന്നു. അരുത് ലഹരി എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. വൈകിട്ട് സാംസ്കാരിക സദസ്സും ആദരസഭയും നടന്നു. മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ കാണുന്നത് അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണോ, അങ്ങനെയുള്ള സംസ്കാരമാണോ നമുക്കുള്ളത്? അതുപോലെ അറിവുള്ളവരെ ആദരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടോ? പ്രായമായവരെ ആദരിക്കുന്ന ഒരു സംസ്കാരമുണ്ടോ? നമ്മുടെ ഗുരു ശിഷ്യ അല്ലെ ഗുരുക്കന്മാരെ ആദരിക്കുക. നമ്മൾ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്ന 2-3 പേരെ എൻ്റെ കാലിൽ തൊട്ട് വന്നിച്ചു. അപ്പോൾ കാലിൽ തൊട്ട് വന്നിക്കുക, അവരെക്കാളും തീർച്ചയായിട്ടും എനിക്ക് പ്രായം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പ്രായമുള്ളവരെ കാലിൽ തൊട്ട് വന്നിക്കുക എന്നുള്ളത് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ അത് കൂടുതലുണ്ട്. നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും കാലിൽ തൊട്ട് വന്നിച്ചു കഴിഞ്ഞാൽ ഉടനെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. തീർച്ചയായിട്ടും അത് കൈകൂപ്പി അഭിവാദ്യം ചെയ്യുക, അല്ലെങ്കിൽ കാലിൽ തൊട്ട് വന്നിക്കുക, അല്ലെങ്കിൽ ഒരു പ്രായമായ ഒരാൾ വരുമ്പോൾ എണീറ്റ് നിൽക്കുക, സ്ത്രീകൾ വരുമ്പോൾ എണീറ്റ് നിൽക്കുക, അവരെ ബഹുമാനിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യമാണ്. ബഹുമാനം പ്രകടിപ്പിക്കുന്നത് അത് മറ്റുള്ള ആളുകൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ബഹുമാനം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. സ്വാഗത സംഘം ചെയർമാൻ രഞ്ജിത്ത് കുരാറ അധ്യക്ഷനായി. ആ ഒരു ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ അതിന്റെ ചൈതന്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ദേവീക്ഷേത്രത്തിന്റെ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകുമ്പോൾ ചെറിയൊരു കുറ്റബോധം എന്നിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം 1-ാം വർഷം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് ഇവിടെ ക്ഷേത്രത്തിൽ കളിയാട്ട ആറാട്ട് മഹോത്സവം ഇവിടെ ഈ സംഘാടകർ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഈ അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമുള്ള എന്നെ പോലുള്ള വ്യക്തികൾ
അത് അവർ പറഞ്ഞു, സ്വാഭാവികമായി അവർ പറഞ്ഞു. ഒരിക്കലും സാധാരണ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് പോലെ തന്നെ 1-2 വർഷം, കാരണം ഈ ആനയും പഞ്ചാരിയും ഈ അമ്പാരിയും ഒക്കെ ആയിട്ട് ഇത് എത്ര കാലം ഇത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും? അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ആ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ, ഒരു റോഡ് പോലും വലിയ സൗകര്യങ്ങളില്ലാത്ത ഒരു റോഡ് പോലും ഉള്ള ആ സ്ഥലത്ത് എങ്ങനെ ഇതൊക്കെ സാധ്യമാകുമെന്ന് എന്നെപ്പോലെയുള്ളവർ പറഞ്ഞപ്പോൾ എൻ്റെ ധാരണകളെയൊക്കെ, ഞങ്ങളുടെ ധാരണകളെയൊക്കെ തിരുത്തിക്കുറിച്ചുകൊണ്ട് 2ാം വർഷവും 3ാം വർഷവും 4ാം വർഷവും 5ാം വർഷവും വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലെയുള്ള ക്ഷേത്രം പ്രസിഡന്റ് എം സന്തോഷ് സ്വാഗതവും വി രാജൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ തലശ്ശേരിയുടെ കിഴക്കൻ മേഖലയിൽ ആറാട്ട് നടക്കുന്ന അമ്പലങ്ങൾ വളരെ അപൂർവമാണ്. അതുപോലെ തന്നെ കളിയാട്ടവും ആറാട്ടവും നടക്കുന്നത് നമ്മുടെ കുരുടങ്കാവിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കൂടുന്തോറും ആളുകളെ എണ്ണത്തിലും അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളിലും കുരുടങ്കാവ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും, എല്ലാ വിഭാഗം ജനങ്ങളെയും അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഉന്നത വിജയത്തിലൂടെ ഉയർന്ന ഉദ്യോഗം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നൃത്ത സന്ധ്യയും അരങ്ങേറി. ഇല്ലത്തുതാഴ സ്വാമിക്കുന്ന് റോഡിൽ ലക്ഷ്മീപുരം വീട്ടിൽ വണ്ണാങ്കണ്ടി ചന്ദ്രൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഭാര്യ അനില, മക്കൾ സഞ്ജയ്, സോണിയ എന്നിവർ. മരുമകൾ റിയ, രവീന്ദ്രൻ, സുരേന്ദ്രൻ, പവിത്രൻ, ഗംഗാധരൻ, സീത, വിജയലക്ഷ്മി, അജിത, പരേതനായ ബാലൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായിയിൽ ബോംബ് പൊട്ടി CPM പ്രവർത്തകനെ ഗുരുതര പരിക്ക്. സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തി തകർന്നു. ആസൂത്രിതമായ ആക്രമണമാണ് പാറാട് CPMന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പ്രത്യേക ഡ്രസ് കോഡ് ധരിച്ചാണ് ക്രിമിനലുകൾ അഴിഞ്ഞാടിയതെന്നും മാർട്ടിൻ ജോർജ്. CPM തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രചരണങ്ങൾക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് കോർപ്പറേഷനിലെ മിന്നുന്ന വിജയമെന്ന് UDF. BJP, SDPI പോലുള്ള വർഗീയ കക്ഷികളുമായി CPM രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടും സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ പല സീറ്റുകളിലും പരാജയപ്പെട്ടെന്നും UDF. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.